ഇന്ത്യ പാക് വിഭജന കാലം മുതൽ തന്നെയുള്ള ഗുരുദ്വാര വഖഫ് സ്വത്തായി കൈവശപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഡൽഹി ഷാഹ്ദര പ്രദേശത്തുള്ള ഭൂമിക്കുമേലുള്ള ഡൽഹി വഖഫ് ബോർഡിന്റെ അവകാശവാദമാണ് കോടതി തള്ളിയത്. 1948 മുതൽ ആ ഭൂമിയിൽ ഒരാരാധനാലയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ ബോർഡ് അവകാശവാദം ഉപേക്ഷിക്കേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഭജനത്തിന് ശേഷം അവിടെയൊരു ഗുരുദ്വാര പ്രവർത്തിച്ചിരുന്നതായി രേഖകൾ കാണിക്കുന്നു. ഒരു മതപരമായ ഘടന അവിടെ നിലവിൽ വന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ അവകാശവാദം ഉപേക്ഷിക്കണമെന്ന് അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. 2010 സെപ്റ്റംബർ 24 ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത ഡൽഹി വഖഫ് ബോർഡ് 2012 ഫയൽ ചെയ്ത അപ്പീൽ പരിഗണിക്കുകയായിരുന്നു കോടതി. 1953 മുഹമ്മദ് അഹ്സാനിൽ നിന്ന് ഭൂമി വാങ്ങിയ പരേതനായ ഹീരാ സിംഗിന്റെ കൈവശമാണ് പ്രസ്തുത ഭൂമിയെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 1982 ഒക്ടോബറിലും പിന്നീട് 1989 ഫെബ്രുവരിയിലും ട്രയൽ കോടതി അനുകൂലമായി വിധിച്ച കണ്ടെത്തലുകളെ ഹൈക്കോടതി തകിടം മറിച്ചുവെന്ന് അഭിഭാഷകൻ വാദിച്ചു. ഈ ഭൂമി കാലങ്ങളായി വഖഫ് സ്വത്തായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അവിടെയൊരു പള്ളി നിലനിന്നിരുന്നതായി കേസിലെ സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. 1970 ഡിസംബർ 3 ഗസറ്റിൽ വഖഫ് സ്വത്തായി ഈ ഭൂമി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും പിന്നീട് 1978 ഏപ്രിൽ 29 മറ്റൊരു വിജ്ഞാപനം വഴി അത് തിരുത്തിയതായും ഇത് 1978 മെയ് 18 ഡൽഹി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതായും വഖഫ് ബോർഡ് അവകാശപ്പെട്ടു. ഭൂമി വഖഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട ബോർഡ് ഏത് തീയതി മുതലാണ് ഭൂമി മസ്ജിദായി ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള രേഖകൾ നൽകിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു.